ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഇന്ന് മാന്ത്രിക കിരീടം എന്ന ഒരു കഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. കഥ കേട്ടു നോക്കിയാലോ? പണ്ട് എൽഡോറിയ എന്ന ഒരു രാജ്യത്ത് ദയാലുവും ധൈര്യശാലിയുമായ ഒരു രാജകുമാരി ജീവിച്ചിരുന്നു. അവളുടെ പേര് ലിയാന എന്നായിരുന്നു. സൂര്യൻ്റെ പ്രകാശം പോലെ മിന്നുന്ന സ്വർണ്ണ നിറത്തിലുള്ള മുടിയായിരുന്നു അവൾക്ക്. അവൾ അതീവ സുന്ദരിയായിരുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത രാജ്യമായ വെർഡോറിയയിൽ അതിസുന്ദരനും ദയാലുവും ധീരനുമായ രാജകുമാരൻ ഉണ്ടായിരുന്നു. ആ രാജകുമാരനാണ് ലിയോ. ഒരു ദിവസം എൽഡോറിയയുടെ രാജധാനിയിലെ പഴയ ലൈബ്രറിയിൽ നിന്ന് ഒരു അതിമനോഹരമായ രേഖ കണ്ടെത്തി. അതിൽ മാന്ത്രിക കിരീടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ കിരീടം കണ്ടെത്തിയാൽ അവരുടെ രാജ്യത്ത് സമ്പൽ സമൃദ്ധി ഉണ്ടാകും. പക്ഷേ അതിൽ ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. സത്യസന്ധതയും ദയയും ഉള്ളവർക്കേ അത് കണ്ടെത്താൻ കഴിയൂ എന്നതായിരുന്നു അത്. ഇതറിഞ്ഞ ലിയാന കിരീടം കണ്ടെത്താൻ ഒരുപാട് ആവേശത്തോടെ യാത്ര തിരിച്ചു. അതേസമയം ലിയോയും ഈ കാര്യമറിഞ്ഞ് കിരീടം അന്വേഷിക്കാൻ ഇറങ്ങിയിരുന്നു. അവർ ഒരു മാന്ത്രിക കാട്ടിലെത്തി. അവിടെ വെച്ച് അവർ പരസ്പരം കണ്ടു. അവിടെ സംസാരിക്കുന്ന മൃഗങ്ങളും പ്രകാശമുള്ള ചിത്രശലഭങ്ങളും ഒക്കെ അവർക്ക് വഴികാട്ടി. കിരീടം തനിയെ അന്വേഷിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അവർ ഒന്നിച്ച് പോകാമെന്ന് കരുതി. കാരണം ബുദ്ധിയും യുക്തിയും ആവശ്യമുള്ള പല പരീക്ഷണങ്ങളും രഹസ്യവാതിലുകളും മറികടക്കേണ്ടത് ആവശ്യമായിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ഒരു വഴി തെറ്റിയ ഒരു കുഞ്ഞു ഡ്രാഗൺ ഫ്ലൈനെ സഹായിച്ചു. അവർ ഗാനം പാടുമ്പോൾ മാത്രം നീങ്ങുന്ന കായലിലെ താമരപ്പൂക്കളിൽ ചാടിപ്പോവുകയും ചെയ്തു. പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മാന്ത്രിക കല്ലുകളുടെ ബുദ്ധിപരമായ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം നൽകി. അവസാനം അവർ ഗ്ലാസുകൾ കൊണ്ട് നിർമ്മിച്ച സുന്ദരമായ ഒരു ഗുഹയിലെത്തി. അവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന മാന്ത്രിക കിരീടം അവർ കണ്ടു. അവർ രണ്ടുപേരും ചേർന്ന് അതെടുത്തു. അവർ ഇരുവരും തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി. അപ്പോഴേക്കും രാജാക്കന്മാർ അവരുടെ പ്രിയങ്കരരായ മക്കളുടെ വിവാഹം തീരുമാനിച്ചിരുന്നു. അങ്ങനെ ലിയാനയും ലിയോയും ഒരുമിച്ച് തങ്ങളുടെ 2 രാജ്യങ്ങൾ ഭരിക്കാനും തുടങ്ങി. അവർ സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിച്ചു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ദയയും സത്യസന്ധതയും ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.